ഹലോ, എല്ലാവരും ആദ്യമായി എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജിന്നിൻ്റെ മാലാഖപ്പെണ്ണ് കഥ തുടരുന്നു. അങ്ങനെ അവൾ അവനോട് ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഓഫീസിൽ പോവാൻ വേണ്ടി പുറപ്പെട്ടു. എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊണ്ടേയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്ന സമയത്ത് അങ്ങനെ അവളുടെ ഉപ്പാന്റെ ജ്യേഷ്ഠന്മാര് ഒരാളെ കണ്ടു. എന്താണ് ഈ വഴിക്ക് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ വഴിയാണ് ഓഫീസിൽ പോവുക, ഇവിടെ അടുത്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി. എന്നാൽ എൻ്റെ കൂടെ പോരെ, ഞാൻ അവിടം വരെ ആക്കിത്തരാം. വേണ്ട, ഞാൻ ബസ്സിനാണ് പോയിക്കോളാം. നീ എപ്പോഴാണ് പോവുക, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ചുളിവിൽ ചോദിച്ചറിയുകയാണ് കേട്ടോ ഇവൾക്ക്. കാരണം ഇവൾക്ക് ഒട്ടും പഠിപ്പില്ല എന്നാണല്ലോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ ഇത്ര പെട്ടെന്ന് എല്ലാം പഠിച്ച് എന്ന് ഇവരും ഒട്ടും വിചാരിച്ചിട്ടില്ല. കാരണം ഇംഗ്ലീഷും മലയാളം എല്ലാ ലാംഗ്വേജും ഇവൾ അടിപൊളിയായിട്ട് ഡീൽ ചെയ്യും കേട്ടോ. നന്നായിട്ട് അറിവുണ്ട് ഇവൾക്ക്. പക്ഷേ എന്തിനു പറയണം, ഇവരെല്ലാം ചുളിവിൽ കൂടെ നേടിയെടുക്കുകയാണ് എന്ന് ഇവൾക്കും മനസ്സിലായി കേട്ടോ. എന്തോ ഇവളെ കൊണ്ട് ഒരു അത്യാവശ്യമുണ്ട് എന്നൊക്കെ ഇവൾ കരുതി ഇരിക്കുകയാട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞു, വായോ, ഞാൻ ആക്കിത്തരാം. എവിടെയാണ് കമ്പനി എന്ന് അറിയണ്ടേ? അവിടുന്ന് ഭയങ്കര സൂത്രക്കാരനാട്ടോ. സൂത്രത്തിൽ എല്ലാം ചോദിച്ചറിഞ്ഞ് ആ കമ്പനിയിൽ എന്ന് പുറത്താക്കാലോ. അതിനു വേണ്ടിയിട്ടാ, വേറെ ഒന്നുമല്ല. പക്ഷേ ഇവൾ ഒട്ടും കയറാൻ കൂട്ടാക്കില്ല. മോൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നോട്? ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ എന്നും ഇങ്ങനെയല്ലേ പോവാറ്, അതുകൊണ്ടാ ഇപ്പം തൽക്കാലം ഞാൻ വരുന്നില്ല, പിന്നീട് ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവൾ ബസ്സിൽ തന്നെ പോയിട്ടോ. പക്ഷേ ഇവർക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവൾ ജീവിച്ചിരിക്കും തോറും ഇനിയും പ്രശ്നമാണല്ലോ. ഇനി ബാക്കിയുള്ള മുതലും കൂടി കിട്ടാണ്ടാവുകയല്ലേ ചെയ്യുന്നത്. എല്ലാ സമ്പത്തും ആക്കി ഇനി കുറച്ചും കൂടി ഉണ്ടല്ലോ, അതും കൂടി കിട്ടണമല്ലോ. ഇവൾ ജീവിച്ചിരുന്നാൽ കിട്ടില്ലല്ലോ അത് ഒന്നും. ഇത് ഒന്നും അറിയാതെ നമ്മുടെ ജിന്നി അവിടെ ഇരുന്ന് അവളെ സ്വപ്നം കാണുകയാട്ടോ. എന്തിനു പറയണം, എന്നും അവൾ വരുന്നതും അവൾ പോകുന്നതും നോക്കിയിരിക്കലാണ് അവൻ്റെ ജോലി. ഇനിയിപ്പോൾ ഓഫീസിൽ വന്നാൽ എന്തൊക്കെയാ ചെയ്യണ്ടേ, അവൾക്ക് എങ്ങനെയാണ് പണി കൊടുക്കണ്ടേ? പക്ഷേ പണി കൊടുക്കണം എന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ അവളോട് വളരെയധികം സ്നേഹമാട്ടോ. ഒട്ടും സ്നേഹത്തിന് ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടുതലാവുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവൾക്ക് ഇപ്പോൾ പ്രണയത്തിന് പറ്റിയിട്ടല്ല കേട്ടോ ചിന്ത. ഫുള്ളും അവളുടെ വീട്, ജോലി, പിന്നെ അവളുടെ ഫാമിലി മാറ്റർ, ഫുള്ള് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇഷ്യൂസാട്ടോ ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു പ്രണയം കൂടി ഇനി താങ്ങാൻ വയ്യ എന്ന് അവൾ നൈസായിട്ട് ജിന്നിനെ പ്രേമിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളൊക്കെ മറക്കാൻ തുടങ്ങിയിട്ടോ പെണ്ണ്. എന്നിട്ട് ഓഫീസിൽ എത്തിയ പാട് കാണുന്നത് ജിന്നിൻ്റെ തോളോട് തോള് കൈയിട്ട് സംസാരിക്കുന്ന ഒരു സുന്ദരി പെണ്ണിനെ ആട്ടോ അവൾ കാണുന്നു. അവൾക്ക് അങ്ങോട്ട് കലി വന്നില്ലേ.